subscribe Aarwin sCraft channel and click the bell icon for getting latest updates in Malayalam. Hello friends, welcome to sCraft. I am Presad. Friends, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അയൺ സ്പൈഡർമാനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ അയൺ സ്പൈഡർ ലെഗ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നു ഒരു പുതിയ അയൺ സ്പൈഡർ ലെഗ്സ് ആയിട്ട്. ഫ്രണ്ട്സ്, ഞാൻ വെറും പേപ്പറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്കിത് എന്തുകൊണ്ട് ഉണ്ടാക്കാം? ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറും കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പെയിന്റ് അടിച്ചാലും മതി. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ അയൺ സ്പൈഡർമാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും റൈറ്റ് കോർണർ കാർഡ്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ആണ് ഒരു പേപ്പർ, ബ്രഷ്, പെയിൻറ്റ്, ബ്രഷ്, സിസേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പേപ്പർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് പകുതി ഇവിടെ വരുന്ന ഫോൾഡ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിത് ഫോൾഡ് ചെയ്തു. ഇനി നമുക്കിത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഒന്ന് റോൾ ചെയ്യാം. നിങ്ങൾക്കിത് ഇതിങ്ങനെ റോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇയർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്കോ കൊണ്ട് നിങ്ങൾക്കിത് റോൾ ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്കൊന്ന് റോളാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 2 പീസ് ആക്കിയിരുന്നു. അത് 2 നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നോക്കാം. നമുക്ക് ഗ്ലൂ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മാസ്കിംഗ് ടേപ്പ് അല്ലെങ്കിൽ സെലോ ടേപ്പ് കൊണ്ട് പിടിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ മാസ്കിംഗ് ടേപ്പ് കൊണ്ട് നമുക്ക് ഇതിനൊന്ന് പേസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഫെവിക്കോളും മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതും കൂടി അങ്ങനെ വീണ്ടും ഒരു പീസ് മാസ്കിംഗ് ടേപ്പ് കട്ട് ചെയ്യാം. നമ്മളിത് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ റീസെർട്ട് ചെയ്ത രണ്ടാമത്തെ റോളും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടെണ്ണം മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ നമുക്കിത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്യാം. നമ്മളിങ്ങനെ 4 ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. നമ്മൾ ഫോൾഡ് ചെയ്ത് ഇനി അതേപോലെ ഡിസ്റ്റൻസിൽ ഇവിടെയും പിന്നെ ഇവിടെയും നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ലെഗ്സിൻ്റെ സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ രണ്ടാമത്തെ ഈ റോളിൽ നമുക്ക് അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അയൺ സ്പൈഡർ ലെഗ്സിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് വെച്ചൊന്ന് പേസ്റ്റ് ചെയ്യണം. അതിന് ഞാൻ മാസ്കിംഗ് ടേപ്പ് എടുക്കുകയാണ്. ഇത്രയും മാസ്കിംഗ് ടേപ്പ് നിങ്ങൾക്ക് ഫെവിക്കോളും കൊണ്ട് ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും കൊണ്ട് ഒട്ടിക്കാം. ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഒന്ന് ഫിനിഷ് ആവാൻ വേണ്ടിയാണ്. ഇത് പെട്ടെന്ന് നിർത്താൻ നമ്മൾ സെൻറ്ററിൽ തന്നെ ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. നമ്മളിത് മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചായിരുന്നു. ഇനി നമുക്ക് ഇത് ഒന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് യെല്ലോ കളർ ഫുള്ള് നമ്മൾ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് കാണി ബോറടിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തിരി മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വരും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അയൺ സ്പൈഡർ ലെഗ്സ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നമ്മുടെ അയൺ സ്പൈഡർമാൻ്റെ കൂടെ ഇത് ജോയിൻ ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇത് എങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഞാനിത് വീഡിയോ കാണിക്കുന്നു. അപ്പോൾ അത് ഞാനിത് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ അയൺ സ്പൈഡർ ലെഗ്സുമായിട്ട് ജോയിൻ ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ അയൺ സ്പൈഡർമാനിനെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലെ റൈറ്റ് കോർണറിൻ്റെ കാർഡ്സിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയും അത് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് ഇവിടെ ഒട്ടിക്കാം.
ഇത്തിരി ഇത്രയും ഇങ്ങനെ ഇരിക്കുക, അതുകൊണ്ട് നമുക്കിതൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത് ഇനി 5 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ അയൺ സ്പൈഡർ ലെഗ്സ് ഇതിൻ്റെ പുറകിലോട്ട് ചെയ്യുന്ന ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നത് എൻ്റെ അയൺ സ്പൈഡർ ലെഗ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please like, share and subscribe to my channel, and also don't forget to click the bell icon for the latest updates in Malayalam. Friends, നിങ്ങൾ ഈ അയൺ സ്പൈഡർമാൻ ഉണ്ടാക്കി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ റൈറ്റ് കോർണർ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ബൈ ബൈ.